ശശിയുടെ ആത്മഹത്യയിൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് രാജിവെച്ചു. വെള്ളനാട് മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റ് എൻ ഗംഗാധരൻ നായരാണ് രാജിവെച്ചത്. വൈസ് പ്രസിഡന്റ് കെ മോഹനൻ കുമാറിനാണ് താൽക്കാലിക ചുമതല. വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി ചേരുകയാണ്. നൃപൻ, ഈ ആനാട് ശശിയുടെ ഈ ഒരു ആത്മഹത്യ വളരെ വലിയ ഒരു ചർച്ചകളിലേക്ക് വഴിവെച്ചിരുന്നു. മനസ്സ് തകർന്ന് ഹൃദയാഘാതം, അത്രയധികം ഒരാളുടെ ഹൃദയം തകരുന്ന ഒരു പ്രവൃത്തിയായിരുന്നു ഈ സഹകരണ ബാങ്കിന്റെ ഭാഗത്തു നിന്നും ആനാട് ശശി എന്ന മാധ്യമ പ്രവർത്തകനെ നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഇപ്പോഴിതാ രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് രാജിവെച്ചിരിക്കുകയാണ്. ഈ ഒരു നടപടിയിൽ പ്രതിഷേധിച്ചാണോ, അല്ലെങ്കിൽ എന്താണ് ഈ രാജിയുടെ പിന്നിലെ യഥാർത്ഥ കാരണം? കൂടുതൽ വിശദാംശങ്ങൾ. സിന്ദൂരി, വെള്ളനാട് മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘത്തിലെ പ്രസിഡന്റ് എൻ ഗംഗാധരൻ നായരാണ് രാജിവെച്ചിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് കെ എൻ മോഹൻകുമാറിനാണ് ഇപ്പോൾ താൽക്കാലിക ചുമതല. കോൺഗ്രസ് ഭരണസമിതിയാണ് ബാങ്ക് ഭരിക്കുന്നത്. ബാങ്കിൽ വലിയ തരത്തിലുള്ള ക്രമക്കേട് നടന്നിരുന്നു. ഇതിനെ തുടർന്ന് മുൻപ് തന്നെ സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിൽ ഗുരുതരമായ ക്രമക്കേട് കണ്ടെത്തി. നിക്ഷേപകർക്കൊന്നും പണം നൽകാത്ത അവസ്ഥയുണ്ട്. 3 ജീവനക്കാരെ മുൻപ് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സ്ഥിതി അടക്കം ബാങ്കിലുണ്ടായി. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ബാങ്കിന്റെ ഭരണസമിതി പോയി. കാരണം കെടുകാര്യസ്ഥയൊപ്പം തന്നെ പണം വകമാറ്റിയതുമാണ് ഇതിന്റെ പ്രശ്നത്തിന് കാരണം. ഇതിനെ തുടർന്നാണ് നേരത്തെ സിന്ദൂരി സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ നിക്ഷേപകനായിട്ടുള്ള ആനാട് ശശി എന്ന മനോരമയുടെ പ്രാദേശിക ലേഖകൻ മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ നിക്ഷേപമായിട്ടുള്ള 1,68,00,000 രൂപയാണ് അദ്ദേഹത്തെ നിക്ഷേപിച്ചിരുന്നത്. ഒപ്പം തന്നെ പലിശ തുകയടക്കം തിരിച്ചു കിട്ടാതെ ഇതുവരെ പണം തിരിച്ച് അദ്ദേഹത്തിന് നൽകിയിട്ടില്ല. അവസാനം നിരന്തര സമ്മർദ്ദത്തെ തുടർന്ന് വെറും 25,000 രൂപയാണ് നിക്ഷേപത്തിൽ നിന്ന് അദ്ദേഹത്തിന് തിരിച്ചു നൽകിയത്. ആ ബാങ്കിൽ നിന്ന് അറിയുന്നത് അദ്ദേഹത്തിന് ഏകദേശം 2 കോടിയോളം രൂപ ബാങ്ക് തിരിച്ച് അദ്ദേഹത്തിന് നൽകാനുണ്ട്. വലിയ സാമ്പത്തിക ബാധ്യതയിൽ അദ്ദേഹം പെടുന്നു. അങ്ങനെ മാനസിക സമ്മർദ്ദം സഹിക്കാൻ കഴിയാതെ ഗുരുതരമായ രോഗം വരുന്നു. അങ്ങനെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ അവിടെ നിന്ന് താമസം മാറ്റി തിരുവനന്തപുരത്ത് കനക നഗറിലെത്തിയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. ഇത് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിനിടയാക്കി. ആനാട് ശശിയുടെ കുടുംബാംഗങ്ങൾ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നു. ഇതിനെ തുടർന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന്റെ കൂടെ സാഹചര്യത്തിലാണ് ബാങ്കിന്റെ പ്രസിഡന്റ് എൻ ഗംഗാധരൻ നായർ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. പകരം കെ മോഹൻകുമാറിനാണ് ചുമതല നൽകിയിട്ടുള്ളത്. അദ്ദേഹം ഗംഗാധരൻ നായർ പറയുന്നത് താൻ എനിക്ക് ശാരീരികമായ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ ബാങ്കിന്റെ അധികാര പദവിയിൽ നിന്ന് ഒഴിയുന്നത് എന്നാണ്. പക്ഷേ അത് മാത്രമല്ല കാരണമെന്ന് ഇവർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. കാരണം ബാങ്കിന്റെ കെടുകാര്യസ്ഥതയും ക്രമക്കേടും കാരണം വലിയ തരത്തിലുള്ള പ്രതിഷേധം അവിടെ ഉയർന്നു വരുന്നുണ്ട്. ജനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന പ്രതിഷേധത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പദവി വിട്ട് പോകുന്നത്. നേരത്തെ തന്നെ ആ ബാങ്കിന്റെ പ്രസിഡന്റ് എം മോഹനൻ ആത്മഹത്യ ചെയ്തിരുന്നു. മുണ്ടേല മോഹനൻ എന്ന എം മോഹനൻ ആ ബാങ്കിന്റെ ബാധ്യത കാരണം അദ്ദേഹം ആത്മഹത്യ ചെയ്തിരുന്നു. തലസ്ഥാനത്തെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു എം മോഹനൻ. ഈ മുണ്ടേല മോഹനനുമായി തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം വലിയ തരത്തിലുള്ള ബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് പലരും വായ്പകളായി പണം വാങ്ങി യഥാർത്ഥ ഈട് വയ്ക്കാതെ, പ്രമാണങ്ങൾ സമർപ്പിക്കാതെ വ്യാജ പ്രമാണങ്ങൾ അടക്കം ചമച്ച് അവിടെ നിന്ന് പണം കൈപ്പറ്റി അവസാനം തിരിച്ച് അടവില്ലാത്ത അവസ്ഥയിൽ മുഴുവൻ ബാധ്യതയും തന്റെ തലയിലേക്ക് ആകുന്ന ഘട്ടത്തിലാണ് അന്നത്തെ ബാങ്ക് പ്രസിഡന്റ് എം മോഹനൻ, മുണ്ടേല മോഹനൻ ആത്മഹത്യ ചെയ്യുന്നത്. ഇതിന് പിന്നാലെയാണ് ഗംഗാധരൻ നായർക്ക് ചുമതല നൽകിയിട്ടുള്ളത്. അപ്പോൾ ബാങ്കിന്റെ പ്രതിസന്ധിയിൽ ഒരു പ്രസിഡന്റ് കൂടി രാജിവെച്ച് പോവുകയാണ് സിന്ധൂരി. അതെന്തായാലും തീർച്ചയായും വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ ഈ സഹകരണ ബാങ്ക് മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ആനാട് ശശിയുടെ ആത്മഹത്യയിൽ തുടർന്ന് പ്രശ്നത്തിലായിരിക്കുന്ന സഹകരണ ബാങ്ക് പ്രസിഡന്റാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. വെള്ളനാട് മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റ് എൻ ഗംഗാധരൻ നായരാണ് രാജിവെച്ചത്. നൃപൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ നൽകിയത്.